പ്രളയത്തിൽ നടുങ്ങി നേപ്പാൾ. 98 പേർ മരിച്ചു. 133 ഇന്ത്യക്കാർ ഉൾപ്പെടെ 384 പേരെ കാണാതായി. പാലവും കെട്ടിടങ്ങളുമടക്കം തകർന്നടിഞ്ഞു. പ്രദേശത്ത് കുടുങ്ങിയ 32 അംഗ മലയാളി സംഘം സുരക്ഷിതർ. നേപ്പാൾ പ്രധാനമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ച് സാഹചര്യം വിലയിരുത്തി നരേന്ദ്രമോദി. ജീവൻ രക്ഷാ മരുന്നുകളടക്കം അടിയന്തര സഹായം അയച്ച് ഇന്ത്യ. ബീഹാറിലും ഉത്തർപ്രദേശിലും പ്രളയ മുന്നറിയിപ്പ്. പഴയ കാലത്തികവിൽ നിന്നും പുതിയ നാടുണര്, പഴയ തിന്മകൾ ചീണ്ടിടാത്തൊരു പുതിയ നാടുണര്. പറ കൊട്ടിപ്പാടിയുണരുക, തുയിലുണർത്തുക നാം. ഓണം കളറാക്കി ലോകമെമ്പാടുമുള്ള മലയാളികൾ. കുടുംബങ്ങളിൽ ഒത്തുകൂടിയും ഓണമുണ്ടും ഓണക്കളികളുമായി ഗംഭീര ആഘോഷം. നാടും നഗരവും ഓണത്തിമിർപ്പിൽ. ഓണാശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും. തിരുവോണ ദിനത്തിൽ സംസ്ഥാനത്ത് വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 5 മരണം. പത്തനംതിട്ടയിൽ കാർ വഴിയാത്രക്കാരിലേക്ക് പാഞ്ഞുകയറി ഒരാൾക്ക് ദാരുണാന്ത്യം. കാർ ഡ്രൈവർ മദ്യപിച്ചിരുന്നോ എന്ന് സംശയം. കാസർഗോഡ് ബന്ദിയോടിൽ ആംബുലൻസ് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് രോഗി മരിച്ചു. തൃശൂർ ചേലക്കരയിൽ പാൽ ലോറി ചായക്കടയിലേക്ക് ഇടിച്ചുകയറി 2 പേർക്ക് ദാരുണാന്ത്യം. പയ്യന്നൂർ പെരുമ്പയിൽ അമിത വേഗത്തിലെത്തിയ കാറിടിച്ച് കാൽനടയാത്രക്കാരനായ യുവാവിന് ജീവൻ നഷ്ടമായി. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനത്തിനെതിരെ തിരുവോണ ദിനത്തിൽ സത്യഗ്രഹമിരുന്ന് UDF MP മാർ. ഇരുട്ടിന്റെ മറവിലാണ് കേന്ദ്ര നീക്കമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കേന്ദ്ര ഇടപെടൽ കർണാടക BJP ലോബിക്ക് വേണ്ടിയെന്ന ആരോപണം കടുപ്പിച്ച് MP മാർ. കൃത്യവും ശക്തവുമായിട്ടുള്ള ഒരു സന്ദേശം കേരളത്തിലെ ജനങ്ങളുടേത് ഈ തീരുമാനമെടുത്തവരുടെ മുമ്പിലേക്ക് എത്തിക്കുക എന്നുള്ള പോയിന്റിൽ തന്നെയാണ് തീരുമാനിച്ചത്. സമരം ഡൽഹിയിലേക്കും വ്യാപിപ്പിക്കുമെന്ന് മുന്നറിയിപ്പ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ പട്ടിണി സമരവുമായി PSC റാങ്ക് ഹോൾഡേഴ്സിന്റെ ഉൾപ്പെടെ സംഘടനകൾ. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തെ ചൊല്ലി CPIM-ഉം CPI-യും പരസ്യപ്പോരിലേക്ക്. പിണറായി വിജയനെതിരെയുള്ള പ്രസ്താവനയ്ക്കെതിരെ CPIM നേതാക്കളുടെ രൂക്ഷ പ്രതികരണം. ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ അനുവദിക്കില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CN മോഹനൻ. 5000 വോട്ടെങ്കിലും ഒറ്റയ്ക്ക് മത്സരിച്ചാൽ CPIക്ക് കിട്ടുന്ന മണ്ഡലമുണ്ടോ എന്ന് പരിഹാസം. മുന്നണിയിലെ പ്രബല പാർട്ടികളുടെ തമ്മിൽ തല്ലിൽ ആടിയുലഞ്ഞ് പ്രതിപക്ഷം. മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി PH കുര്യൻ അന്തരിച്ചു. അന്ത്യം ക്യാൻസർ ബാധിതനായി ചികിത്സയിലിരിക്കെ. PH കുര്യൻ വിവിധ വകുപ്പുകളിൽ ശ്രദ്ധേയമായ മാറ്റം കൊണ്ടുവന്ന IAS ഉദ്യോഗസ്ഥൻ. സംസ്കാരം ശനിയാഴ്ച ജന്മദേശമായ പാമ്പാടിയിൽ. അമേരിക്കയിൽ RSS മേധാവി മോഹൻ ഭാഗവത് പങ്കെടുക്കുന്ന പരിപാടിക്കെതിരെ ന്യൂയോർക്ക് മേയർ സൊഹറാൻ മംദാനി. ഇന്ത്യ മതേതര റിപ്പബ്ലിക് എന്നും ആരെങ്കിലും മാറ്റി നിർത്തുന്ന ആശയങ്ങളോട് കടുത്ത എതിർപ്പെന്നും മംദാനി. മാഡിസൺ സ്ക്വയറിൽ നടക്കാനിരുന്ന പരിപാടിക്കെതിരെ വിവിധ സംഘടനകളുടെ പ്രതിഷേധം. ന്യൂയോർക്ക് മേയറുടേത് വിഭാഗീയത ഉണ്ടാക്കുന്ന നിലപാടെന്ന് BJP. ഹോർമുസിൽ അമേരിക്കയ്ക്ക് തിരിച്ചടി. കപ്പൽ ഗതാഗതം നിയന്ത്രിക്കുന്നതിന് ഇറാനും ഒമാനും തമ്മിൽ ധാരണ. പ്രാബല്യത്തിലായാൽ ഒരു സൈനിക കപ്പലും ഹോർമുസ് കടക്കില്ലെന്ന് ഇറാൻ. ഇറാനെതിരെ പുതിയ ആക്രമണത്തിന് പദ്ധതിയിടുന്നില്ലെന്ന് അമേരിക്ക. സാമ്പത്തിക ഉപരോധത്തിൽ പിടിമുറുക്കാൻ ആലോചന. What a shot to play! Down the wicket. Given, Saran Jain. കൊളംബോ ക്രിക്കറ്റ് ടെസ്റ്റിൽ ജയത്തിനരികെ ഇന്ത്യ. ഇന്നിംഗ്സ് തോൽവി ഒഴിവാക്കിയ ശ്രീലങ്കയുടെ ലീഡ് 16 റൺസ് മാത്രം. 2ാം ഇന്നിംഗ്സിലും തകർച്ച നേരിട്ട ആതിഥേയർ 4ാം ദിവസം കളി നിർത്തുമ്പോൾ 6-ന് 229 റൺസ് എന്ന നിലയിൽ. മാനവ് സുതാറിന് 2 വിക്കറ്റ്.
നമസ്കാരം. വാർത്തകളിലേക്ക് വിശദമായി കടക്കുകയാണ്. തിരുവോണ ദിനത്തിൽ ഞെട്ടിക്കുന്നൊരു വാർത്ത വന്നത് നേപ്പാളിൽ നിന്നാണ്. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരണം 98 നിരവധി പേരെ കാണാതായിട്ടുണ്ട്. കാണാതായ 384 സഞ്ചാരികളിൽ 133 പേർ ഇന്ത്യക്കാരാണ്. 36 അംഗ മലയാളി സംഘം കുടുങ്ങിക്കിടക്കുന്നു. പക്ഷേ അവർ സുരക്ഷിതരാണ് എന്ന വിവരവും ഇന്ന് പുറത്തുവന്നു. ഭൂചലനത്തെ തുടർന്ന് മഞ്ഞുമലയും കൂറ്റൻ പാറകളും ഇടിഞ്ഞു വീണതാണ് പ്രളയത്തിന് കാരണമായി എന്ന സംശയവും ഇപ്പോൾ ബലപ്പെടുന്നുണ്ട്. വെള്ളപ്പൊക്ക സാധ്യതയെ തുടർന്ന് ബീഹാറിലും ഉത്തർപ്രദേശിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നേപ്പാൾ പ്രധാനമന്ത്രിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ സംസാരിച്ചു. അടിയന്തര സഹായങ്ങൾ എത്തിക്കാൻ ഇന്ത്യ വ്യോമസേന വിമാനങ്ങൾ നേപ്പാളിലേക്ക് പുറപ്പെടുന്നു. അടിയന്തര സഹായത്തിന് നോർക്ക ഹെൽപ്പ് ഡെസ്ക് തുടങ്ങിയിട്ടുണ്ട്. അജ്മൽ ദിറാർ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അജ്മൽ, നേപ്പാളിലെ ഈ മിന്നൽ പ്രളയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ആശങ്കയുണ്ടാക്കുന്ന കാര്യം 133 ഇന്ത്യക്കാർ അവരെ കാണാതായിട്ടുണ്ടെന്നുള്ള വിവരമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇടപെടൽ അത് ഏത് രീതിയിലാണ് ഇന്ത്യൻ ഗവൺമെന്റ് ഇപ്പോൾ നടത്തുന്നത്? എന്തെങ്കിലും സൂചനകളുണ്ടോ? ഇപ്പോൾ മലയാളികളുടെ ഒരു സംഘം നേരത്തെ അവരെക്കുറിച്ച് വിവരങ്ങൾ ഉണ്ടായിരുന്നില്ല, പക്ഷേ പിന്നീട് അവർ തന്നെ ബന്ധപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏത് രീതിയിലാണ് ഇന്ത്യൻ സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടുന്നത്? പ്രജിൻ, നേപ്പാളിലെ റിസ്വാ ജില്ലയിലുണ്ടായ ഈ പ്രളയം പ്രജിൻ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രധാനപ്പെട്ട 2 ആശങ്കകളാണ് ഉയർത്തുന്നത്. അതിൽ ഒന്നെന്ന് പറയുന്നത് പരമപ്രധാനമായിട്ടും ഈ പറയുന്ന റിസ്വാ ജില്ലയിലുണ്ടായ ദുരന്തത്തെ തുടർന്നുള്ള മരണസംഖ്യ കുതിച്ചുയരുന്നു എന്നുള്ളതാണ്. നിലവിൽ അവസാന വിവരം ലഭിക്കുമ്പോൾ 98 പേരാണ് ഈ ദുരന്തത്തെ തുടർന്ന് അവിടെ മരിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ 133 ഇന്ത്യക്കാരുൾപ്പെടെ 400 പേരെ കാണാതായിട്ടുണ്ട്. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിലും രക്ഷാദൌത്യവും തുടരുകയാണ്. ഈ 133 ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രളയത്തിന്റെ ദുരന്തത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഭീകരത എന്ന് പറയുന്നത് 19 പാലങ്ങളും 40 കിലോമീറ്റർ റോഡും അടക്കം തകർത്തു കൊണ്ടുപോയ ഒരു പ്രളയ ദുരന്തമാണ്. അതുകൊണ്ട് തന്നെ അതിനെ നേപ്പാളിലെ ഒരു സൈനിക വിഭാഗം മാത്രം നടത്തുന്ന പരിശോധന കൊണ്ട് മതിയാകില്ല എന്ന് കണ്ടതോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം നേപ്പാൾ പ്രധാനമന്ത്രിയുമായി സംസാരിച്ചതും ഇന്ത്യയിൽ നിന്നും അടിയന്തര രക്ഷാദൌത്യത്തിനും മറ്റും വേണ്ട ഉപകരണങ്ങളുമായി ഒരു വ്യോമസേന വിമാനം ഡൽഹിയിൽ നിന്ന് തിരിച്ചിട്ടുള്ളതും അടിയന്തരമായി വിമാനം അവിടെ എത്തുകയും മറ്റ് സുരക്ഷാ കാര്യങ്ങളെല്ലാം പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം രക്ഷാദൌത്യത്തിലടക്കം ഈ സൈനിക വിഭാഗങ്ങൾ കൂടി ഉൾപ്പെടെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 133 ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രക്ഷാദൌത്യത്തിൽ ഈ കേന്ദ്ര സർക്കാർ വലിയ തോതിൽ ഇടപെടുന്നുണ്ട്. കൂടാതെ കാണാതായവർക്കും അവരുടെ ബന്ധുക്കൾക്കും വേണ്ടിയുള്ള ഹെൽപ്പ് ലൈൻ അടക്കം ഈ പറയുന്ന നേപ്പാളിലെ ഇന്ത്യൻ എംബസി തുടർന്നിട്ടുണ്ട്. ആ ഹെൽപ്പ് ലൈൻ നമ്പർ അടക്കം അവർ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. ഇതുകൂടാതെയാണ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിലവിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് വെള്ളപ്പൊക്കമടക്കം മുന്നിൽ കണ്ടുകൊണ്ടാണ് ബീഹാർ, ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വിവിധ ജില്ലകളിൽ സംസ്ഥാന സർക്കാരുകൾ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചതും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അടക്കം ഇത്തരം വിഷയങ്ങൾ ഈ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരടക്കം ചർച്ച ചെയ്തതും. അതുകൂടാതെ ഈ കാണാതായവരിലെ കൂടാതെ തന്നെ കേരളത്തിൽ നിന്നുള്ള 36 പേർ ഈ ദുരന്തത്തിന്റെ സമീപ പ്രദേശത്ത് വെച്ച് യാത്രാ തടസ്സം നേരിടുകയും പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ള യാത്രാ സംഘമാണ് ഈ യാത്രാ തടസ്സം നേരിട്ടത്. എന്നാൽ അവർ ഇപ്പോൾ സുരക്ഷിതമാണെന്നാണ് നമുക്ക് അവസാനമായി ലഭിക്കുന്ന വിവരം. അവരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏതായാലും ഈ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. മരണസംഖ്യ വരുന്നു എന്നുള്ളത് വലിയ ആശങ്ക ഉയർത്തുന്ന ഒരു കാര്യം കൂടിയാണ് പ്രജിത്ത്. ശരി, അജ്മൽ ദിറാറാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. മറ്റു റിപ്പോർട്ടുകൾ നോക്കാം. CPIക്കെതിരെ കടുത്ത പരിഹാസവുമായി CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CN മോഹനൻ. 2 ലക്ഷം വോട്ടുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ 5000 വോട്ടെങ്കിലും കിട്ടുന്ന എത്ര മണ്ഡലമുണ്ട് CPIക്ക് എന്നാണ് CN മോഹനന്റെ പരിഹാസം. കോൺഗ്രസ് മുന്നണി വിട്ടുപോരാൻ ഭട്ടിൻഡ പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചിട്ടും എന്തേ 1 വർഷം താമസിച്ചതെന്നും മോഹനൻ പരിഹസിച്ചു. ലോകത്തെ ഏക സംശുദ്ധ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI ആണല്ലോ എന്നും പരിഹാസമുണ്ട്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ ഒറ്റതിരിഞ്ഞാക്രമിക്കാനാണ് CPI ശ്രമിക്കുന്നത്. എന്നും മുന്നണിയിൽ സമ്മർദ്ദതന്ത്രം ചെലുത്തുന്ന പാർട്ടിയാണ് CPI. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കാലത്ത് PM ശ്രീ ആയിരുന്നു ഇവരുടെ വിപ്ലവായുധം. അകത്തുനിന്ന് ആക്രമിച്ച് സർക്കാരിനെ നാണം കെടുത്തിയതിന്റെ തുടർച്ച കൂടിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി എന്നും CN മോഹനൻ വിമർശിച്ചു. റെയിൽവേ പാലക്കാട് ഡിവിഷൻ വിഭജനത്തിനെതിരെ തിരുവോണ നാളിൽ UDF MPമാരുടെ സത്യഗ്രഹം. പാലക്കാട് ഡിവിഷൻ ആസ്ഥാനത്തിന് മുന്നിൽ നടക്കുന്ന സമരത്തിൽ ജില്ലയിലെ ജനപ്രതിനിധികളും അണിനിരന്നു. ഇരുട്ടിന്റെ മറവിലാണ് പാലക്കാട് ഡിവിഷൻ വിഭജിച്ചതെന്ന് സത്യഗ്രഹം ഉദ്ഘാടനം ചെയ്ത മന്ത്രി സണ്ണി ജോസഫ് വിമർശിച്ചു. ഡൽഹി കേന്ദ്രീകരിച്ച് തുടർ സമരങ്ങൾ ഉണ്ടാകുമെന്ന് MPമാർ വ്യക്തമാക്കി.
റെയിൽവേ പാലക്കാട് ഡിവിഷൻ വിഭജനത്തിൽ രോഷം ശക്തമാകുന്നതിനിടെയാണ് തിരുവോണനാളിൽ UDF പ്രതിഷേധം. കേരളത്തിന്റെ റെയിൽവേ വികസനത്തെ അട്ടിമറിക്കുന്ന നടപടിയാണ് കേന്ദ്രത്തിന്റേതെന്ന് സണ്ണി ജോസഫ്. ഈ അന്യായത്തിനെതിരെയുള്ള പോരാട്ടം MPമാര് നിരാഹാരം അനുഷ്ഠിച്ചുകൊണ്ട് തിരുവോണത്തിന്റെ പ്രത്യേകത ഓണസദ്യയാണ്. ഇത് MPമാരുടെ മാത്രം സമരമാണ്. എന്നാൽ ഈ സമരത്തിന്റെ കൂടെ കേരളത്തിന്റെ ജനമനസാക്ഷി പൂർണ്ണമായിട്ടുമുണ്ട്. അത്രയും ന്യായയുക്തമാണ് നമ്മൾ ഉന്നയിക്കുന്ന ആവശ്യം. ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് MPമാർ. സംസ്ഥാനത്തിന്റെ റെയിൽവേ വികസനത്തെ തുരങ്കം വെക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ BJPയുടെ നീക്കത്തിനെതിരായിട്ടുള്ള സമരമാണ്. ഞങ്ങൾ ആഘോഷങ്ങൾ മാറ്റിവെച്ച് അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഒത്തുചേരലായി മാറ്റിക്കൊണ്ടിരിക്കും. ഈ സമരം തുടർന്ന് മുന്നോട്ട് പോകും. ഒരു ശക്തമായിട്ടുള്ള സന്ദേശം ഈ തീരുമാനമെടുത്തവർക്ക് നൽകുക എന്നുള്ളതിൻ്റെ പേരിൽ തന്നെയാണ് തിരുവോണ ദിവസമായിട്ട് പോലും ഇങ്ങനെ ഒരു സമരം. ഈ സമരം പക്ഷേ ഇതിൻ്റെ ഒരു ഒടുക്കമല്ല, ഈ സമരം ഇതിൻ്റെ തുടക്കമാണ്. റെയിൽവേ വികസനത്തിൽ കേരളത്തോടുള്ള കേന്ദ്ര അവഗണന തുറന്നുകാട്ടുകയാണ് സമരത്തിന്റെ ലക്ഷ്യം. മംഗലാപുരത്തെ പാലക്കാട് ഡിവിഷനിൽ നിന്ന് മാറ്റി മൈസൂരു ഡിവിഷനിൽ ഉൾപ്പെടുത്തുന്നതോടെ പാലക്കാട് ഡിവിഷന് വലിയ വരുമാന നഷ്ടമുണ്ടാകുമെന്നാണ് പ്രധാന ആശങ്ക. മന്ത്രി KA തുളസി, MPമാരായ K സുധാകരൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ, ഷാഫി പറമ്പിൽ, ET മുഹമ്മദ് ബഷീർ, ഡീൻ കുര്യാക്കോസ്, ആന്റോ ആന്റണി, MK രാഘവൻ, രമേശ് പിഷാരടി MLA തുടങ്ങിയവരും പങ്കെടുത്തു. 24 പാലക്കാട്. കണ്ണൂർ എളയാവൂരിലെ മണ്ണിടിച്ചിലിൽ ദേശീയപാത അതോറിറ്റിക്കെതിരെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മണ്ണിടിയാൻ കാരണം ഡിസൈനിലെ പാളിച്ചയാണെന്നും 2023 മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടും ദേശീയപാത അതോറിറ്റി ഫലപ്രദമായി ഇടപെട്ടില്ല എന്നും പിണറായി വിജയൻ വിമർശിച്ചു. വീഴ്ച പരിശോധിച്ച് കണ്ടെത്തുമെന്ന് കരാർ കമ്പനി ഉറപ്പു നൽകി. ഇന്നലെ പുലർച്ചെയാണ് എളയാവൂരിൽ ദേശീയപാതയ്ക്ക് വേണ്ടി കുന്നിടിച്ച സ്ഥലത്തെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു താഴ്ന്നത്. അശാസ്ത്രീയമായ ദേശീയപാത നിർമ്മാണമാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചിരുന്നു. പിന്നാലെ സ്ഥലം സന്ദർശിച്ച പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപണം ആവർത്തിച്ചു. നാഷണൽ ഹൈവേയുടെ ഉത്തരവാദിത്തം ചുമതല വഹിച്ച ശ്രീ ഗഡ്കരി തന്നെ ഡിസൈനിൽ പശക് പറ്റിയെന്ന് അന്ന് സംസാരിക്കുമ്പോൾ എന്നോട് പറഞ്ഞ കാര്യമാണ്. പക്ഷേ അത് ആവർത്തിക്കുന്നു എന്നാണ് ഈ സംഭവം കാണിക്കുന്നത്. രാജ്യസഭ MP സദാനന്ദനും സ്ഥലം സന്ദർശിച്ചു. കൃത്യമായ പരിശോധന നടത്തി വീഴ്ച വരുത്തവരെ കണ്ടെത്തണമെന്നും കരാറുകാരനാണോ NHAയ്ക്കാണോ വീഴ്ച എന്ന് പരിശോധിക്കട്ടെയെന്നും സദാനന്ദൻ. ഇതിപ്പോ ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതേ സ്ഥലത്ത് തന്നെ കുറച്ചു മുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായി എന്നാണ് പറയുന്നത്. അപ്പോൾ തന്നെ ആവശ്യമായ രീതിയിൽ അന്വേഷണം നടത്തുകയും മണ്ണിന്റെ ഘടനയെ സംബന്ധിച്ചുള്ള മഴ പെയ്യുന്ന സമയത്ത് ജലനിർഗമന സംവിധാനത്തിൽ എന്തെങ്കിലും ശാസ്ത്രീയമായ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നിർമ്മാണ കമ്പനി പ്രതിനിധികളും സ്ഥലത്തെത്തി. മണ്ണിടിച്ചിലിന് കാരണം മണ്ണുപാളി വഴുതിമാറുന്ന പ്രതിഭാസമെന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ കണ്ടെത്തൽ. 24 കണ്ണൂർ. സംസ്ഥാനത്ത് ഇന്ന് വിവിധ വാഹനാപകടങ്ങളിൽ 5 മരണം. തൃശൂർ ചേലക്കാട് നിയന്ത്രണം വിട്ട ലോറി പാഞ്ഞുകയറി 2 പേരാണ് മരിച്ചത്. കണ്ണൂർ പയ്യന്നൂരിലും കാസർഗോഡ് ബന്ദിയോടിയിലും വാഹനാപകടങ്ങളിൽ 2 പേർക്ക് ജീവൻ നഷ്ടമായി. ഇന്ന് രാവിലെ 8 മണിയോടെയായിരുന്നു ചേലക്കര ചേലക്കോട് അപകടം. നിയന്ത്രണം വിട്ട ലോറി ഇടിച്ച് ബസ് കാത്ത് സമീപത്തെ കടയ്ക്ക് മുന്നിൽ നിൽക്കുകയായിരുന്ന 2 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. പഴയന്നൂർ കല്ലേപ്പാടം സ്വദേശി ഷമീർ, മൂവാറ്റുപുഴ സ്വദേശി ജോസഫ് എന്നിവരാണ് മരിച്ചത്. പാൽ കയറ്റി വന്ന വാഹനത്തിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകടകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കാസർഗോഡ് ബന്ദിയോടിയിൽ നിയന്ത്രണം വിട്ട് ആംബുലൻസ് ഡിവൈഡറിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. ആംബുലൻസിലുണ്ടായിരുന്ന KSEBയിലെ കരാറുകാരനായ അടുക്കയിലെ അശോകൻ എന്ന 41കാരനാണ് ജീവൻ നഷ്ടമായത്. അപകടത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. പയ്യന്നൂർ പെരുമ്പയിൽ അമിതവേഗത്തിലെത്തിയ കാറടിച്ചാണ് യുവാവ് മരിച്ചത്. മയ്യിൽ നിരത്തുംപാലം സ്വദേശി ഷാഹിദ് നാട്ടിൽ ഓണാവധിക്ക് വന്നതായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന തിരുവട്ടൂർ സ്വദേശി ഷിബിലിന് ഗുരുതര പരിക്കേറ്റു. പത്തനംതിട്ട അബാൻ ജംഗ്ഷനിൽ നിയന്ത്രണം വിട്ട കാർ കാൽനടയാത്രക്കാരിലേക്ക് ഇടിച്ചു കയറി മുൻ ഫയർഫോഴ്സ് ജീവനക്കാരൻ അബു മരിച്ചു. 4 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരമാണ്. ന്യൂസ് ഡെസ്ക് 24. മലപ്പുറം വെട്ടത്തൂരിൽ ഷോക്കേറ്റ് സഹോദരങ്ങൾ മരിച്ചു. എഴുതല സ്വദേശികളായ ഫാസിൽ, സാഹിർ എന്നിവരാണ് മരിച്ചത്. കോഴി ഫാമിലേക്ക് തീറ്റ ഇറക്കുന്നതിനിടെ ഷോക്കേൽക്കുകയായിരുന്നു. മൃതദേഹം പെരിന്തൽമണ്ണ ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ഷോക്കേറ്റത് പന്നിക്കണിൽ നിന്നാണോ എന്ന സംശയം നാട്ടുകാർ പങ്കുവച്ചതിൽ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. മേലാറ്റൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. തിരുവനന്തപുരത്ത് നിന്ന് വരുന്നൊരു വാർത്തയിലേക്കാണ്. അവിടെ കല്ലമ്പലത്ത് വാക്കുതർക്കത്തിനിടെ യുവാവ് കുത്തേറ്റു മരിച്ചു. പ്രജിയാണ് മരിച്ചത്. പ്രതി ഗൗരി കൃഷ്ണ അറസ്റ്റിലായി. സജു ചാമക്കാലയിൽ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. സജു, ഈ തിരുവോണ ദിനത്തിൽ വാക്കുതർക്കമുണ്ടാവുന്നു, ഒരാൾ കൊല്ലപ്പെടുന്ന സാഹചര്യം, എന്താണ് ഉണ്ടായത് കല്ലമ്പലത്ത്?
പ്രജിൻ, ഇന്ന് വൈകിട്ട് തിരുവോണം ദിവസം അതിദാരുണമായിട്ട് സംഭവമാണ് കല്ലമ്പലത്തുണ്ടായിരിക്കുന്നത്. തിരുവോണം ദിവസം കല്ലമ്പലം മുത്താനയിൽ വാക്കു തർക്കത്തിനിടെ മുത്താന ചരിവള വീട്ടിൽ പ്രജി 32 വയസ്സുള്ള പ്രജിനാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് 19 വയസ്സുകാരനായ ഗൗരി കൃഷ്ണയെ കല്ലമ്പലം പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. സുഹൃത്തുക്കൾക്കൊപ്പം മദ്യപിച്ചിരിക്കുകയാണ് സ്ഥലത്തെത്തിയ 5 അംഗ സംഘവുമായി ഉണ്ടായ വാക്കേറ്റമാണ് ഇത്തരമൊരു ദാരുണമായ സംഭവത്തിലേക്ക് എത്തിയിരിക്കുന്നത്. മുത്താന കൊച്ചുപുരയ്ക്കൽ സുഹൃത്തുക്കൾക്കൊപ്പം മദ്യപിച്ചിരിക്കെ ഗൗരി കൃഷ്ണൻ, അമ്പാടി എന്ന് വിളിക്കപ്പെടുന്ന ഗൗരി കൃഷ്ണനാണ് ഇത്തരമൊരു സംഭവത്തിന് ഇരയായിരിക്കുന്നത്. പ്രജിയുമായി ബന്ധപ്പെട്ട വാക്കേറ്റം, അതായത് രാത്രി ഇവർ മദ്യപിച്ചിരിക്കെ ചെറിയൊരു വാക്കുതർക്കം ഉണ്ടാകുന്നു. ഈ വാക്കുതർക്കമാണ് കൊലപാതകം 32 വയസ്സായ പ്രജിയുടെ കൊലപാതകത്തിലെ കലാശിച്ചതിന്. സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 19 വയസ്സുകാരനായ പ്രജിയെ കല്ലമ്പലം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ സംഘവുമായി ബന്ധപ്പെട്ട 5 പേർ സംഘത്തിലുണ്ടായിരുന്നു. ഈ സംഘത്തിലെ 5 പേർക്കായി പോലീസ് ഇപ്പോൾ തെരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. സജു ചാമക്കാലയിലാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. അട്ടപ്പാടി ഷോളയൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ വൈകി എന്ന പരാതി. അപസ്മാരം ബാധിച്ച 3.5 വയസ്സുകാരന് ചികിത്സ ലഭിച്ചത് 2 മണിക്കൂറോളം കഴിഞ്ഞാണ്. ആശുപത്രിയിൽ ഡോക്ടറോ ആംബുലൻസ് ഡ്രൈവറോ ഉണ്ടായിരുന്നില്ല എന്നാണ് ആരോപണം. ചികിത്സ നൽകാൻ ഡോക്ടറില്ല. അടിയന്തരമായി രോഗിയെ ആശുപത്രിയിലേക്ക് മാറ്റാൻ ആംബുലൻസ് ഉണ്ടെങ്കിലും ഡ്രൈവറില്ല. അട്ടപ്പാടി ഷോളയൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ തിരുവോണനാളിലെ സ്ഥിതിയാണ് ഇത്. അപസ്മാരത്തെ തുടർന്നാണ് ഷോളയൂർ സ്വദേശികളായ സന്തോഷ്, അക്സ ദമ്പതികളുടെ 3.5 വയസ്സുകാരനെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചത്. ഡോക്ടർ ഇല്ലാത്തതിനാൽ കുട്ടിയെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റാൻ ശ്രമിച്ചപ്പോൾ ആംബുലൻസ് ഡ്രൈവറില്ല. ഒടുവിൽ കോട്ടത്തറയിൽ നിന്ന് ആംബുലൻസ് എത്തിച്ചാണ് കുട്ടിയെ കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് മാറ്റിയത്. അപ്പോഴേക്കും 2 മണിക്കൂർ പിന്നിട്ടിരുന്നു. എൻ്റെ കൊച്ചിനെ ഒരു 9:30 ആയപ്പോൾ ഫിക്സ് വന്നിട്ട് നമ്മൾ ഷോളയൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അവിടെ ഡോക്ടറില്ല. ഒരു ഡ്യൂട്ടി നേഴ്സും ഒരു അറ്റൻഡറും മാത്രമേ ഉള്ളൂ. ഡോക്ടർ ഇന്നലെ ഉച്ചയ്ക്ക് ലീവ് എടുത്ത് പോയിരിക്കണം. പിന്നെ അവിടെ നമ്മൾ പെട്ടെന്ന് കോട്ടത്തറ ആശുപത്രി ഏറ്റെടുത്ത് അവിടെ കൊണ്ടുവരാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ആംബുലൻസ് ഉണ്ട്. ഡ്രൈവർ 1.5 ആഴ്ചയായിട്ട് കാലിന് പരിക്ക് പറ്റി കിടക്കുക. പകരം ഡ്രൈവർ സംവിധാനം ഏർപ്പെടുത്തിയിട്ടില്ല. കോട്ടത്തറയിൽ നിന്ന് ആംബുലൻസ് എത്തിയിട്ടാണ് അവിടെ നിന്ന് ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഓണാവധി മൂലം ഇന്നലെ ഉച്ച മുതൽ തന്നെ ഷോളയൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടറുടെ സേവനം ലഭ്യമല്ലായിരുന്നുവെന്നാണ് പരാതി. ഡോക്ടേഴ്സ് കൂട്ടത്തോടെ അവധിയെടുത്തതോടെ അടിയന്തര ചികിത്സ തേടിയെത്തിയവരും മറ്റു രോഗികളും ബുദ്ധിമുട്ടിലായി. 24 പാലക്കാട്. 2018 മഹാപ്രളയകാലത്ത് അടിയന്തര രക്ഷാപ്രവർത്തനങ്ങളുടെ ഏകോപന ചുമതല വഹിച്ച PH കുര്യൻ അന്തരിച്ചു. മലയാളികൾക്ക് മുന്നിൽ ഹീറോ ആയ IAS ഉദ്യോഗസ്ഥനാണ്. 1986 കേരള കേഡർ IAS ഉദ്യോഗസ്ഥനായ PH കുര്യൻ തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിരവധി പദവികളിൽ സേവനമനുഷ്ഠിച്ചു. ഭരണപരിചയവും മികച്ച നേതൃപാഠവുമാണ് PH കുര്യനെ എന്നും കേരളത്തിന്റെ ഭരണരംഗത്ത് വ്യത്യസ്തനാക്കിയത്. മനസ്സിൽ നന്മയുടെ വർണ്ണപ്പൂക്കളം തീർത്ത് തിരുവോണം ആഘോഷിച്ചു മലയാളികൾ. കോടിയുടുത്തും പൂക്കളം തീർത്തും സദ്യയുണ്ടും ആശംസകൾ കൈമാറി മലയാളികൾ. ഉള്ളിടത്തെല്ലാം ഇന്ന് വൻ ആഘോഷമായിരുന്നു. കള്ളവും ചതിയും പൊളിവചനങ്ങളുമില്ലാത്ത നല്ല കാലത്തിന്റെ സ്മരണ പുതുക്കി വീണ്ടും പൊന്നോണമെത്തി. സമ്പൽ സമൃദ്ധിയുടെയും സമത്വത്തിന്റെയും സന്ദേശം. മനസ്സുകളിൽ സന്തോഷപ്പൂക്കളം നിറയുകയാണ്. തിരുവോണം തിരുവോണം നാടാകെ പൊന്നോണം, ചിങ്ങപ്പൂക്കുട ചൂടി വന്നേ പൊന്നോണം തിരുവോണം. ദിവസങ്ങൾക്ക് മുൻപേ ആരംഭിച്ച ഒരുക്കം. ഓട്ടപ്പാച്ചിലുകൾ മുറ്റത്ത് പൂക്കളമായി ഒരുങ്ങി. പലതരം രുചികൾ വിഭവസമൃദ്ധമായ സദ്യയായി നിറഞ്ഞു. പൊലിമയേകാൻ പായസത്തിന്റെ മധുരക്കൂട്ടും. വീട്ടകങ്ങളിൽ ഓണക്കോടിയുടെ പുതുമണം. അല്ലലുകളും മുറിവുകളും മായ്ക്കുന്ന ഓണക്കളികളുടെ ആവേശം. പാരമ്പര്യത്തിന്റെയും കീഴ്വഴക്കങ്ങളുടെയും പെരുമ പേറുന്ന ഇടങ്ങളിൽ തിരുവോണത്തിന്റെ പ്രൗഢി നിറഞ്ഞു. ക്ഷേത്രങ്ങളിൽ വിശ്വാസികളുടെ തിരക്ക്. ഓണത്തിന് നാട്ടിലെത്താൻ കഴിയാത്തവർക്ക് മറുനാട്ടിലാണ് ഓണം. ആഘോഷത്തിന് പൊലിമ കൂടും.
കുളം പള്ളിക്കുന്നു വള്ളംകളി പെരുന്നാള് കാവിലമ്മയ്ക്കുന്നു രാത്രി കരുടൻ തൂക്കം. 24-ന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ന്യൂസ് ഡെസ്ക് 24. ഇവിടെ കേരളത്തിൽ മാത്രമല്ല, മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം ഓണം തന്നെ ആയിരുന്നു. ഓണാഘോഷം കെങ്കേമമാക്കി എല്ലായിടമുള്ള മലയാളികൾ എന്ന് പറയാം. പ്രവാസി മലയാളി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളാണ് നടന്നത്. നമുക്ക് ആ കാഴ്ച കൂടി കാണാം. മാവേലി നാട്ടിൽ നിന്ന് കാതങ്ങൾ അകലെയാണെങ്കിലും ഓണത്തിന് മലയാളികളെല്ലാം ഒരേ മൂഡിലാണ്. പൂക്കളങ്ങളൊരുക്കിയും സദ്യ തയ്യാറാക്കിയും പായസം രുചിച്ചും വിദേശ മണ്ണിലും തിരുവോണം പൊടിപൊടിക്കുകയാണ്. വിവിധ മലയാളി സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഗൾഫിൽ ഓണാഘോഷം. തിരുവാതിരയും വടംവലിയും ഓണക്കളികളുമെല്ലാം ഓണാഘോഷത്തിന് ആവേശം ഇരട്ടിയാക്കുന്നു. അമേരിക്കയിലെ ടൈംസ് സ്ക്വയറിലും മാവേലി ഇറങ്ങി. കേരള അസോസിയേഷൻ ഓഫ് ന്യൂജേഴ്സിയാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത്. ടൈംസ് സ്ക്വയറിൽ ബിൽബോർഡുകളിൽ ഓണ വിളംബരം പ്രദർശിപ്പിച്ചു. കൗതുകത്തോടെയാണ് അമേരിക്കക്കാർ അടക്കമുള്ളവർ കേരളത്തിന്റെ സ്വന്തം മാവേലിയെ കണ്ടത്. ക്യൂബയിലെ ഗോണ്ടനാമോയിലെ അമേരിക്കൻ സൈനിക താവളത്തിലെ മലയാളികളും കേരളക്കരയ്ക്കൊപ്പം പൊന്നോണത്തെ വരവേറ്റു. ന്യൂസ് ഡെസ്ക് 24. അതോടൊപ്പം ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് 24-ന്റെ ഓണാഘോഷം ഒക്കെ എങ്ങനെയായിരുന്നു എന്ന്. വാർത്താ തിരക്കുകൾക്കിടയിൽ ഓണാഘോഷം ആവേശമാക്കി 24 എന്ന് തന്നെ പറയാം. പ്രേക്ഷകർക്ക് മുന്നിൽ ഓണാഘോഷങ്ങളുടെ പല പല കാഴ്ചകൾ കാണിക്കുന്നതോടൊപ്പം എത്തിക്കുന്നതോടൊപ്പം ജീവനക്കാരും ഓണം കളറാക്കി. പഴയ കാലത്തികവിൽ നിന്നും പുതിയ നാടുണര്, പഴയ തിന്മകൾ തീണ്ടിടാത്തൊരു പുതിയ നാടുണര്. തിരുവോണനാളിലും വാർത്താ തിരക്കേറിയ ദൃശ്യമാധ്യമ പ്രവർത്തകർക്ക് ചാനൽ ഡെസ്കിലും വീട്ടിലുമായി ഓണം ഇരട്ടി മധുരം. ഏതാഘോഷത്തിലും പ്രേക്ഷകരുടെ ആദ്യ ചോയ്സായ 24 തിരുവോണനാളിലും കാഴ്ചയുടെ ദൃശ്യവിരുന്നൊരുക്കി. അവതാരകരും 24-ലെ അണിയറ പ്രവർത്തകരും ഒന്നിച്ച് സ്ക്രീനിൽ. ഓണാരവങ്ങൾക്കൊപ്പം നർമ്മരസങ്ങളും ആഘോഷത്തിന് മാറ്റുകൂട്ടി. 24-ന്റെ കേരളത്തിലും പുറത്തുമുള്ള ബ്യൂറോകളിലും മാധ്യമപ്രവർത്തകർ ഓണം കെങ്കേമമാക്കി. പ്രശസ്ത ക്ഷേത്രങ്ങൾക്ക് മുന്നിൽ നിന്ന് റിപ്പോർട്ടേഴ്സും ക്യാമറാമാൻമാരും ഉൾപ്പെടെ ഓണവിശേഷങ്ങൾ പങ്കുവച്ചു. അടിപൊളി കളറിനുള്ള എന്നും ഓണമാണല്ലോ. ഞാനുമായി ബന്ധപ്പെട്ട് ചെറിയ താമസമുണ്ട്. മലയാളിക്ക് ഓണം ഗൃഹാതുരതയുടെ ഓർമ്മകൾ കൂടിയാണ്. നാട്ടിലെ ഓണവിശേഷങ്ങൾ 24-ലൂടെ മറുനാട്ടിലെ മലയാളികൾ കണ്ടറിഞ്ഞു. ന്യൂസ് ഡെസ്ക് 24.